ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ വീക്കിൽ നമ്മുടെ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യാനുള്ള സാധ്യത എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു ഔട്ട്ലൈന് പറയാം. അതുപോലെ തന്നെ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് കൂടെ പറയണം. അപ്പോൾ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ GDP ഡേറ്റ വന്നത് വളരെ വളരെ പോസിറ്റീവ്ലി ഹൈ ആയിട്ടുള്ള ഒരു ഡേറ്റയിലാണ് വന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ മാർക്കറ്റിൽ സംഭവിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ അതവിടെ മുന്നിൽ കണ്ട് നിൽക്കുന്നുണ്ട്. അടുത്തത് ഓട്ടോ സെയിൽസ് ഡേറ്റ വരുന്നുണ്ട്. സോ ദീപാവലി സമയം അടുപ്പിച്ചിട്ട് കുറച്ച് കമ്പനികൾ അവരുടെ എന്താണ് പുതിയ പുതിയ വേരിയൻസ് മാത്രമല്ല പുതിയ പ്രോഡക്റ്റ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ടാറ്റ സിയറ, അതിൻ്റെ സെയിൽസ് തുടങ്ങിയിട്ടില്ല, പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അടുത്തത് TVSൻ്റെ ഒരു ബൈക്ക് RTX 300 എന്ന് പറഞ്ഞിട്ടൊരു ബൈക്ക്. എന്നാൽ പ്രോഡക്റ്റായിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു വണ്ടി എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ഒരു വിക്ടോറിയസ്. അത് ആക്ച്വലി ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല സെയിൽസ് ഉള്ള കുറച്ചുകൂടെ പ്രീമിയം ക്ലാസ് ആണ് അത്. പക്ഷേ അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ സെയിൽസ് വരാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ ഓട്ടോ സെക്ടർ ഡേറ്റ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. മഹേന്ദ്രയ്ക്ക് 9S വന്നിട്ടുണ്ട്, പക്ഷെ വണ്ടി വെളിയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഈ 4 വണ്ടിയാണ് 4 മെയിൻ കമ്പനികളുടെ വണ്ടി എന്ന് പറയുന്നത്. റോയൽ എൻഫീൽഡ്, ഐഷർ മോട്ടോഴ്സിന് ഇപ്രാവശ്യം വണ്ടിയില്ല. ഒരു ചെറിയൊരു സൺഡൗണർ എഡിഷൻ മാത്രം മീറ്റിയോറിൽ വന്നു. അത് ഒരു കാര്യമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് അല്ല. ദീപാവലിക്ക് സെയിൽസിൽ അത് ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. സോ യൂഷ്വൽ ആയിട്ടുള്ള ഡേറ്റ ആണ് അവിടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ടൈറ്റൻ്റെ റിസൾട്ട്, നമ്മുടെ ദീപാവലി പിക്കായിട്ടുള്ള ടൈറ്റൻ എന്ന സ്റ്റോക്ക് വളരെ നല്ല പെർഫോമിംഗ് ആയിരുന്നു. മഹേന്ദ്ര ആ പിക്കിനുള്ളിലുണ്ടായിരുന്നു. ടൈറ്റൻ ഇന്ന് അതിൻ്റെ ഡേറ്റ വരുമ്പോഴും ടൈറ്റനും വളരെ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. സോ അത് ഇനിയും ഇൻട്രാഡേ നോക്കുന്നവർക്കൊക്കെ നോക്കാനുള്ള സ്റ്റോക്കാണ്. ഈ പറഞ്ഞ മാരുതി, ടൈറ്റൻ ഒക്കെ ഇന്ന് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ റിലയൻസ്, ഇൻഫോസിസ്, HDFC ബാങ്കിനേക്കാളും വേറെ ഏതെങ്കിലും ബാങ്ക്, ICICI ആക്സിസ് ബാങ്ക് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ SBI 1000-അടുത്തേക്കാണ് തിരിച്ചിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓൾ ടൈം ഹൈ ബ്രീച്ച് ചെയ്ത് കയറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. സോ ഇൻട്രാഡേ ട്രേഡേഴ്സ് അവിടെ വാച്ച് ചെയ്യാം. ഇത്രയും സ്റ്റോക്സാണ് ഏറ്റവും മെയിനായിട്ട് നോക്കാൻ പറ്റുക. ഇത് അല്ലാണ്ട് ഇരിക്കാറ് എല്ലാ സ്റ്റോക്സും ഇത് ലാഭം കിട്ടാനുള്ള മാർക്കറ്റാണ്. മാർക്കറ്റിൽ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡാണ്. സോ നിങ്ങൾ ഏത് സ്റ്റോക്കിൽ പോയാലും അനാവശ്യമായിട്ടുള്ള ഒരു ട്രേഡിലല്ല കയറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിന്നിങ് പ്രോബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. സോ ശ്രദ്ധിച്ച് ഒരു SL കീപ്പ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത സ്റ്റോക്സ് പോലും, ഞാൻ ഇങ്ങനെയൊക്കെ സ്റ്റോക്സ് ഉണ്ടോ എന്ന് എക്സ്പെക്ട് ചെയ്യാറുണ്ട്. ഗ്രൂപ്പിനകത്ത് പല മെസ്സേജ് വരാറുണ്ട് ഈ സ്റ്റോക്കിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത്. ആക്ച്വലി അങ്ങനത്തെ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വൻ ലാഭം കിട്ടും, അതുപോലെ വൻ നഷ്ടവും കിട്ടും. അതിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള ലാഭം, മാന്യമായിട്ടുള്ള നഷ്ടം, അല്ലെങ്കിൽ ബെയറബിൾ റിസ്ക് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതാണ് നല്ലത്. ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ലാഭമാണ് ആദ്യം കിട്ടുന്നതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള നഷ്ടം കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അപ്പോൾ അത് അത്ര നല്ലൊരു പരിപാടിയല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്ലാൻ ചെയ്യുക. ശരി, നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത, ഇത് നമ്മുടെ ലോങ്ങർ ടൈം ഫ്രെയിമിൽ ഇതാണ് മാർക്കറ്റിൻ്റെ അപ് ട്രെൻഡ് എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. അപ് ട്രെൻഡിൽ മാർക്കറ്റ് സ്റ്റിൽ മറ്റൊരു അപ് ട്രെൻഡിൻ്റെ ഉള്ളിൽ മറ്റൊരു അപ് ട്രെൻഡിലൂടെയാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ട്രെൻഡിനുള്ളിൽ ഒരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. ആ മൊമെൻറ്റം തന്നെ വീണ്ടും ഹൈ മൊമെൻറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഒരു ഷാർപ്പായിട്ടുള്ളൊരു കയറ്റം, അതിനുള്ള ഒരു സാധ്യത അവിടെ കിടപ്പുണ്ട്, സ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ
ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഫ്ലാഗ് പാറ്റേണിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് മിക്കവാറും ഓപ്പൺ ചെയ്യുന്ന ക്യാൻഡിൽ തന്നെ ഈ ഒരു ലൈനിന് മേളിലായിരിക്കും. 26,350 മേളിലാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ലെവൽസ് ഇനി പറഞ്ഞു തരണ്ട എന്ന് വിശ്വസിക്കുന്നു. 26,240, 26,100. അപ്പോൾ അടുത്ത മേളിലേക്ക് 350, 440, 550 അവിടെ ഉണ്ട്. 550 നല്ലത് പറഞ്ഞാൽ 520, 600 600 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തിനി ഒരു ബുൾ റണ്ണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ്. ഡേറ്റാസ് എല്ലാം നമുക്ക് സപ്പോർട്ടീവ് ആണ്. അപ്പോൾ അടുത്തൊരു മൊമെൻറ്റം എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. ഇത് ക്ലിയർലി പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഇതൊരു ട്രേഡിനെ കുറിച്ചിട്ടുള്ളത് ഒന്നുമല്ല. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് യൂറോപ്യൻ മാർക്കറ്റ്, അതായത് അമേരിക്കൻ മാർക്കറ്റ് ഓരോ ദിവസവും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു അടുപ്പിച്ച് 1-2 ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുക, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നത് പുതിയ ഹൈയിൽ മാത്രം ക്ലോസ് ചെയ്യുന്ന ഒരു സാധ്യത വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മളിൽ ആരും ഇപ്പോൾ ബെയേഴ്സ് ഇല്ല, മാർക്കറ്റിൽ ബുൾസ് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. സോ അതിന് ഒരു 1-2 ദിവസം കണ്ടിന്യൂറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. പ്ലീസ് റീഡ് ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്. എല്ലാം പെർഫെക്റ്റ്ലി പറയാൻ പറ്റത്തില്ല. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. വെറുതെ അനാവശ്യമായി മാർക്കറ്റിന് ഷോർട്ട് ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് ഞാൻ അവിടെ അടിസ്ഥാനമായി ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്ത ലെവൽസ് എന്ന് പറയുന്നത് 26,380, 26,440, അടുത്തൊരു 500, 520 റേഞ്ചിലും 600 ആണ് അടുത്ത ലെവൽസ് എന്ന് പറയുന്നത്. നാളത്തെ ലെവൽസിനെ കുറിച്ചിട്ട് ഞാൻ നാളെ നമുക്ക് സംസാരിക്കാം. സോ താഴേക്ക് സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ 26,240. അപ്പോൾ ഓപ്പൺ ചെയ്ത് ആദ്യം സെല്ലിംഗ് വരുവാണെങ്കിൽ 26,240, 300, 240 റേഞ്ചിൽ വന്നിട്ട് തിരിച്ച് വീണ്ടും ഇതൊരു സ്വിംഗ് ഏരിയ വരാം. ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് കയറിപ്പോകും. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഹൈയിൽ ഓപ്പൺ ചെയ്ത് ഹൈയിലേക്ക് തന്നെ പോകുന്നുണ്ടെങ്കിൽ 440 ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ്. പിന്നെ മേളിലേക്കുള്ള ഒരു ലെവൽസ് അവിടെ കിടപ്പുണ്ട്. ഒരു 500, 520 റേഞ്ചസ് അവിടെ ഉണ്ട്. അതിനുശേഷം 600 ലെവൽസ് ഉണ്ട്. സോ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു ലെവല് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് ഉള്ളൂ. അടുത്തത് നമുക്ക് ക്രൂഡ് ഓയിലിൽ പോയാൽ ഈ ഒരു കയറ്റം ഞാനും ട്രേഡ് ചെയ്തിരുന്നു. ഇത് ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ 2588 മേളിൽ 5288 മേളിൽ കയറിയാൽ ആ ഒരു ട്രേഡ് വാലിഡ് ആവാനുള്ള സാധ്യത. ഇത് കയറി ഇതൊരു ഫ്ലാഗ് വെച്ച് ഫ്ലാഗിന്റെ ബ്രേക്ക് ഔട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 5296 മേളിൽ കയറിയപ്പോൾ ഞാനൊരു ട്രേഡ് എടുത്തിരുന്നു. ഞാൻ വേറൊരു ഫംഗ്ഷൻ്റെ ഇടയിൽ നിൽക്കുമായിരുന്നു. സോ ഒറ്റ ട്രേഡ് മാത്രം എടുത്ത് ഞാൻ അതിനെ ഒഴിവാക്കി. അതിൻ്റെ 2 ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റിൽ ഞാൻ ഒഴിവാക്കി, സെക്കൻഡ് ടാർഗറ്റ് വരെ അത് ഹിറ്റ് ചെയ്തു. 5336 വരെ. അത് പേഴ്സണലി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ ലെവൽ എന്ന് പറയുന്നത് 5344 റേഞ്ച് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇതിന് മേളിൽ, അതായത് ഈ ഒരു ഏരിയയ്ക്ക് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ നോക്കുക, 5296 താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. സോ ഇതിനിടയ്ക്ക് 54,320 വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കുക എന്നുള്ളതാണ്. ഈ ഒരു ലെവൽസ് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് വെക്കുക. മേളിലോട്ടുള്ള ലെവൽസും ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നാച്ചുറൽ ഗ്യാസ് നല്ലൊരു ട്രേഡ് പറഞ്ഞിരുന്നു. ആ ട്രേഡ് അതിഭീകരമായി മൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റാണ് ഞാൻ ഈ ഇട്ടിരുന്നത്. ഇതൊരു 1:3 റിസ്ക് റിവാർഡാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അത് ട്രയൽ ചെയ്യാനും പറഞ്ഞിരുന്നു. എന്നാലും സെക്കൻഡ് ടാർഗറ്റ് 424, 432 മാക്സിമം ആണ്. അത് എത്തിയിട്ടില്ല. എന്നാലും 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഫൈനൽ ടാർഗറ്റ് ഇനിയും 32ലേക്ക് ഇനിയും കിടപ്പുണ്ട്. സോ ഇനി ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ ലെവൽസ് പറഞ്ഞു. 420, 24, 28, 32 എന്നിങ്ങനെ ലെവൽസ് ഉണ്ട്. ഇതിനകത്ത് ഏത് ഡയറക്ഷനിലേക്ക് അറ്റ്ലീസ്റ്റ് ഇതിനെ ഷോർട്ട് ചെയ്യണമെങ്കിൽ 20ന്റെ താഴെ മിനിമം വന്നിരിക്കണം. 16ന്റെ താഴെയോ ഇല്ലെങ്കിൽ 20ന്റെ താഴെയോ വന്നിരിക്കണം. സോ ആ സമയത്ത് മാത്രം നെഗറ്റീവ് സൈഡിലേക്ക് ആലോചിക്കുക. അപ്പോഴും ഒരു ട്രെൻഡ് കിടപ്പുണ്ട്. ഈ ട്രെൻഡ് ബ്രേക്ക് ചെയ്യുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാണ് സേഫ് ട്രേഡ് അവിടെ കിട്ടുക. മുകളിലേക്കാണ് എന്നുണ്ടെങ്കിൽ 432 മേളിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാന്നുള്ളതാണ്. സോ ഓൾറെഡി വീഡിയോ ഒരുപാട് വലുതായിട്ടുണ്ടാവും. പക്ഷേ ഈ ആഴ്ചത്തേക്ക് കംപ്ലീറ്റ്ലി ഇതിനകത്ത് ക്രൂഡ് ഓയിലിന് നാച്ചുറൽ ഗ്യാസിനും ഉണ്ട്. ഞാൻ പിന്നെ വഴിയെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത്, ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ട്. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.